അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. സുബൈർ എന്ന് പറയുന്ന ആള് ഞാൻ ഈ പുള്ളിലെ മോദിയാണ്. അബൂബക്കറിന് നിങ്ങൾക്ക് അടുത്തുണ്ടോ? ഇല്ലില്ല, നമ്മുടെ നാട്ടിൽ കല്യാണം കഴിച്ച് വന്ന് താമസിക്കുന്നതാണ്. ഈ സുബൈറിവിടെ ചികിത്സയ്ക്ക് വന്ന ഒരാളുടെ മകളിനെയും കൊണ്ട് സ്ഥലം വിട്ടിരിക്കുകയാണ്. അതിന് മതം മാറ്റിയെന്നും പറഞ്ഞത് ഇവിടെ എന്തിനു എന്ന് പറഞ്ഞില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന് അയാൾ മറ്റാരെങ്കിലും ഇതുപോലെ വിലയിൽ വിളിക്കും. ടി വിയിലും പത്രത്തിലുമൊക്കെ തീവ്രവാദി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരാളുണ്ട്. ഇയാളുടെ കൂടെ വന്ന് താമസിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ നടക്കുന്ന പലതും ഇസ്ലാം വിരുദ്ധതയും പറയാൻ പറ്റാത്ത മറ്റു പലതും. ഇസ്ലാം ശരിക്ക് പാടില്ല. ഉമ്മയെ ഒരു ഡോക്ടർ നല്ല ചികിത്സ കൊടുക്കും, അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് അസുഖമൊന്നും മാറില്ല. ഇവിടെ ഈ പണക്കാർ നേർച്ചു കൊടുക്കുന്ന ആഹാരത്തിന് കയറി കിടക്കുന്ന ഒരിടത്തിനും വേണ്ടി പലരും ഒന്ന് കൂടുന്നുണ്ട്. ആദ്യകാലത്ത് ഞാൻ പല സ്ഥലങ്ങളിലും കുറേ അലഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പിന്നെ മനുഷ്യങ്ങനെയൊക്കെ ആണേലും ഈ ഖബറിന് ചുറ്റും എന്തോ ചൈതന്യവും ശക്തിയുള്ളതാണ് എന്നോട് പിടിച്ചു നിർത്തുന്നത്.
ഹലോ, അവനോടൊന്ന് സംസാരിക്കണമായിരുന്നു. മോനൊന്ന് കൊടുക്കുവോ? നിങ്ങളുടെ കുടുംബമൊക്കെ കളിയാക്കും. നിങ്ങൾക്ക് ആണുങ്ങൾക്ക് 4 വരെ കെട്ടാലോ. കാശുണ്ടെങ്കിൽ 4 പേരെ കെട്ടാം. കാശ് വേണം. ഞങ്ങൾക്ക് കാശുണ്ടെങ്കിലും കെട്ടാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആണുങ്ങൾക്ക് മരിച്ച് സ്വർഗത്തിൽ പോയാലും ഹൂറുകളെ കിട്ടും. ഞങ്ങൾക്ക് അവിടെ പോയാലും കിട്ടില്ല. എനിക്ക് ബാങ്ക് വിളിക്കാൻ സമയം. ഗൾഫ് പണത്തിന് ഇക്കാര്യങ്ങളിൽ വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ പറയും. എണ്ണപ്പണത്തിൻ്റെ കൊഴുപ്പിലാണ് ഈ തീവ്രവാദങ്ങളൊക്കെ തഴയ്ക്കുന്നത്. ഒരു കാലത്ത് മിനി ഗൾഫ് എന്ന് വിളിച്ചിരുന്ന സ്ഥലങ്ങൾ നോക്കൂ. വർക്കല, ചാവക്കാട്, ഏത് സമുദായത്തിനാണ് ഇതിലൊക്കെ ഭൂരിപക്ഷമുള്ളത്? കുഴൽപ്പണ കേസുകൾ ഏറെയും വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഗൾഫ് പണം ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥയായി മാറിയതാണ് ഈ കുഴപ്പങ്ങളുടെ ഒക്കെ കാരണം. ഈ കേരളം എന്ന മാതൃകാ നാട് ഇത്രയും നാൾ നിലനിന്നത് ഈ ഗൾഫ് പണം കൊണ്ടാണ് എന്നുള്ള കാര്യം മറക്കരുത്. അത് സമാന്തര സാമ്പത്തിക വ്യവസ്ഥയല്ല, അതാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ. ഈ തീയരും മാപ്പിളാരും ദളിതരും ഒക്കെ ഇവിടെ ഗതി പിടിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കൂട്ടത്തോടെ ഗൾഫിലേക്ക് പോയത്. സർക്കാർ സർവീസിലെ റെപ്രസെൻറ്റേഷൻ്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കൂ.
അവരവിടെ മരുഭൂമിയിൽ കിടന്ന് വിയർപ്പൊഴുക്കി അയക്കുന്ന പണത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് മലയാളി ക്യൂബയെക്കുറിച്ചും കൊളംബിയയെക്കുറിച്ചും ഒക്കെ ഇൻ്റലക്ച്വൽ മാസ്റ്റർബേഷൻ നടത്തുന്നത്. ഇത് ഞങ്ങളുടെ ആരുമല്ല. മുഹമ്മദ് ബിജ്ലിയുടെ വീട് എവിടെ? ഇതാ അവിടെ മോളിൽ ചോദിച്ചാൽ മതി.
ഹലോ, ഞങ്ങളിവിടെ എത്തി. അലമാരിൽ പാസ്ബുക്ക് ഉണ്ട്. വീട് വെച്ച് തന്നതോടൊപ്പം കുറച്ച് കാശും സർക്കാർ നഷ്ടപരിഹാരമായിട്ട് തന്നു. ഞാനെടുത്തിട്ടില്ല. ആ ചെക്ക് ബാങ്കിൽ കൊടുത്ത് മാറണം. എനിക്കും എന്തെങ്കിലും ജോലിയൊക്കെ നോക്കണം. അപ്പൊ ഉമ്മേനെ ആര് നോക്കും? ഹലോ 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 മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ വളരെ ഭീകരമാണ് എന്നതിന് ആർക്കെങ്കിലും സംശയം തോന്നും എന്നെനിക്ക് തോന്നുന്നില്ല. വിദ്യാഭ്യാസമില്ല, കാര്യപ്രാപ്തിയില്ല, ലോക പരിചയമോ വിവരവുമില്ല. ഇതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല അവൾക്ക്. അവൾ പഠിച്ചാൽ പ്രതികരിക്കും, പ്രതിഷേധിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. ആണുങ്ങളും മൊല്ലാക്കന്മാരും ചേർന്ന് നേതൃത്വം കൊടുക്കുന്ന സമുദായത്തിൻ്റെ അടിത്തറയിളകും. ഇതാണ് കാര്യം. അതിനൊരു മാറ്റം വരണ്ടേ? എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീ പലർക്കും ഇത്ര വലിയൊരു പ്രതിസന്ധിയാകുന്നത്? മുസ്ലിം സ്ത്രീയെ പഠിപ്പിക്കണം, മുസ്ലിം സ്ത്രീയെ രക്ഷിക്കണം, മുസ്ലിം സ്ത്രീയെ ഉദ്ധരിക്കണം. സർക്കാരുകൾക്കും കോടതികൾക്കും ഇത് തന്നെ പറയാൻ നേരമുള്ളൂ. പത്രങ്ങളിലും ടെലിവിഷനിലും സിനിമയിലും, അതിപ്പോൾ കച്ചവട സിനിമയിലായാലും ആർട്ട് സിനിമയിലായാലും ഇതാണ് ഫാഷൻ. എന്നാൽ മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഇത്രയധികം വേവലാതിയുള്ളവർ അതിനകത്തുള്ള ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഒരക്ഷരം പറയാത്തത് എന്തുകൊണ്ടാണ്? 5 അപ്പം, ഒരു മുട്ടക്കറി, ഒരു ചായ. 46. ഖദീജ, ഒരു മുട്ടക്കറി. താങ്ക്സ് സോ മച്ച്. ഹലോ വിനോദ്, വന്നോ?
ഇന്ന് തന്നെ സ്റ്റോറി വേണോ? ആ സാറിന് കൊടുക്കാം. ഹലോ സാർ. പറയാം സാർ. അത് കുട്ടിക്കാനത്തുള്ള കന്യാസ്ത്രീയും കൂടെ സഹായത്തിന് പോയ തൊട്ടടുത്ത പള്ളിയിലെ കൊച്ചച്ഛനും കൂടി ഹൈറേഞ്ചിലെ ഗ്രാമത്തിൽ പോയി വരുന്ന രാത്രിയായിരുന്നു. ആരോ കൊച്ചച്ഛൻ്റെ തലയ്ക്കടിച്ച് കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു. എതിർ പാർട്ടിക്കാർ പറയുന്നത് മറ്റവരാണെന്നാണ്. മറ്റവർ പറയുന്നത് എതിർ പാർട്ടിക്കാർ കാവ്യവസം ധരിച്ച് വന്നു എന്നാണ്. എന്തായാലും നമ്മുടെ പത്രത്തിലൊക്കെ ന്യൂസ് വന്നിരുന്നു. അതിനിടയിൽ കന്യാസ്ത്രീ ഗർഭിണിയായി. സഭ ആവശ്യപ്പെട്ടിട്ടും കന്യാസ്ത്രീ അബോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. സഭ മുന്നോട്ട് വെച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ രഹസ്യമാക്കി വയ്ക്കുക പ്രസവം. എന്തായാലും ആരും വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ഉമ്മ നാട്ടിൽ പോയി ഉപ്പയുടെ ആണ്ടും ഷാനിൻ്റെ 40 ഒരുമിച്ച് നടത്താം ഉമ്മ. എല്ലാവർക്കും ബിരിയാണി കൊടുക്കാം ഉമ്മ. ഉമ്മ സാരല്ല ഉമ്മ, സാരല്ല ഉമ്മ. ഉമ്മ ഉമ്മ സാരല്ല ഉമ്മ. പോട്ടെ ഉമ്മ, പോട്ടെ ഉമ്മ, പോട്ടെ ഉമ്മ.